ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്. അതിനൊക്കെ ഒരു ദിവസം പിണങ്ങി സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി, അങ്ങനത്തെയൊക്കെയുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു സെറ്റിൻ്റെ സമയത്ത്, ഷൂട്ടിൻ്റെ സമയത്ത്. എന്നിട്ടും നമ്മൾ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ കണക്കൊക്കെ മാറ്റി വീണ്ടും പ്രൊമോഷന് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം ഉണ്ണിയുടെ ഒരു പ്രൊമോഷൻ കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന പല ഫിഗേഴ്സും എത്തിപ്പെടാൻ സാധിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സ്റ്റാർട്ടിൽ എത്താനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ മാളികപ്പുറമാണെന്ന് എന്നും കുറച്ച് വിശ്വസിക്കുന്ന സംവിധാനമാണ് ഞാൻ. അപ്പോൾ പിന്നീടുണ്ടായിരുന്ന ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം വീണ്ടും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയുക, ഇതെല്ലാം സംസാരിച്ച് തീർന്നല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടാകുന്നത്. പക്ഷെ അത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് ചേട്ടൻ പറഞ്ഞ അറിയില്ല. ഇപ്പോ ഞാനത് എന്താ പറയുക, പറയുമ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. ഇനിയിപ്പോ നേരിട്ട് ഞാൻ ഇതിനോട് പോയി ചോദിച്ചിട്ടില്ല. എന്നോട് പറയുന്നത് മുരളിച്ചേട്ടനാണ്, ഇവൻ നിന്റെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നോട് മുരളിച്ചേട്ടനാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞെന്നുള്ള സാധനമാണ് പുള്ളി വന്ന് പറയുന്നത്. പക്ഷെ ഇത് ഷൂട്ടിങ്ങിന് മുമ്പേ മുരളിച്ചേട്ടൻ ഈ കാര്യം എന്നോട് ഒന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഏത് കൊച്ചിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് എനിക്ക് ഉറപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതില് അദ്ദേഹത്തിന്റെ പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അല്ല, അതിന്റെ ബാക്കി ഞാൻ തരാം. നിങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത്. മുരളികുന്നപ്പുറത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ പോയ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. ആ മീഡിയക്ക് കൃത്യമായിട്ട് അറിയാം അതിന്റെ ഉത്തരം. ഇന്നലെ ആര് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ പോയെന്നുള്ളതും ആര് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, ആ കൊടുത്ത ഹെഡിങ് ആണല്ലോ ഈ പ്രശ്നങ്ങൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആ ഹെഡിങ് ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം. ഇത് 2 ദിവസങ്ങളിൽ പുറത്തു വരും, പേടിക്കണ്ട. ഒരു കാര്യം പിന്നെ കുറച്ചു ചോദിച്ചു വിഷ്ണുവിനോട് തരുന്നുണ്ടെന്ന്. ഉണ്ണിയായിട്ടുള്ള ഒരു ഇഷ്യൂ കുറച്ച് മുന്നേ ഇവിടെ നടന്ന എല്ലാവർക്കും അറിയാം. ഉണ്ണിയും മറ്റേ അദ്ദേഹത്തിന്റെ മാനേജർ നമ്മുടെ പ്രശ്നം. അന്ന് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. ഇന്നലെ വരെയും ഞാനത് നിന്ന ആളാണ്. മനസ്സിൽ ഒരിക്കലും ഉണ്ണിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഉണ്ണിയെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുന്നേ ഉണ്ണിയുടെ പല ഓഡിയോ ക്ലിപ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കുറച്ചു മുന്നേ പറഞ്ഞ ഉണ്ണിയപ്പനോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതിന് തെളിവായിട്ടുള്ള ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇത് കൃത്യമായ PR ആണെന്ന് അറിഞ്ഞ മൊമെന്റ് മുതൽ മനസ്സിൽ നിന്നൊരു സുഹൃത്തിനെ എടുത്ത് കളഞ്ഞത്, സീരിയസ് എടുത്ത് കളഞ്ഞത്. കാരണം അങ്ങനെ വെച്ച് അറിയാൻ പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൃത്യമായ PR-ന്റെ വർക്കാണ്. കൃത്യമായ ഓർഗനൈസേഷന്റെ പുറത്താണ് കഴിഞ്ഞ 2 ദിവസം നടന്ന അറ്റാക്ക്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോയ ഒരു വീഡിയോനെ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും വലിയ ന്യൂസാക്കി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംശയത്തിന്റെ നിലയിലേക്ക് നിർത്തുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിലെ കൃത്യമായ മാസ്റ്റർ ബ്രെയിൻ പുറത്തു വരും. ഉറപ്പുള്ള കാര്യമാണ്. ആരെങ്കിലും പുറത്തു വരും. ഞാൻ ചോദിക്കുന്നത്, ഉണ്ണിമൂന്നുള്ള ഒരു സ്റ്റാറിലുള്ള ആളെ വെച്ച് പണം ചെയ്ത ആളല്ലേ ഞാൻ? ഉണ്ണിയുടെ പണം ചെയ്യാൻ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഉണ്ണിയെ കണ്ടപ്പോൾ ഞങ്ങൾ പണം ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. ഉണ്ണിക്ക് 1.5 വർഷം ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മാറിയത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ മുതൽ നടക്കുന്ന ഈ PR-ൽ ഉണ്ണി മുതലാണ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിലുള്ള PR അദ്ദേഹത്തിന്റെ എത്രയോ ഗ്രൂപ്പുകളിൽ, അദ്ദേഹം അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിൽ വന്നിട്ട് പോലും ഇന്ന് ഈ മൊമെന്റ് പ്രതികരിച്ചിട്ടില്ല. ഓൾറെഡി FKയിലെ അസോസിയേഷനിൽ റൈറ്റേഴ്സ് യൂണിയൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, വിഷ്ണു കൊടുത്തിട്ടുണ്ട്, വിജീഷ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ നിയമ നടപടികളിലേക്കുള്ള കാര്യങ്ങളും ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ വീഡിയോക്കെതിരെയും അദ്ദേഹം പബ്ലിക് പ്ലേസിലായിട്ട് ഞങ്ങളെ പേരെടുത്ത് പറഞ്ഞാണ് പറ്റിക്കപ്പെട്ടു നമ്മൾ ചതിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് അതിന് റീസൺ വേണം. എവിടെയാണ് ചതി പറ്റിയത്, എങ്ങനെയാണ് ചതി പറ്റിയിട്ടുള്ളത്, എവിടെയാണ് പൈസ പോയിട്ട് കൃത്യമായിട്ട് അതിന്റെ കണക്കുകൾ കാണിക്കണം. ഈ പറ്റിക്കപ്പെട്ടോ അല്ലെങ്കിൽ ചതിക്കപ്പെട്ടോ എന്ന് ഞങ്ങളെ പേരെടുത്ത് പറയുമ്പോൾ എന്തിനാണ് വീണ്ടും ഞങ്ങളുടെ കൂടെ പടം ചെയ്യണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വീണ്ടും വരുന്നത്? ഞങ്ങൾ 2023 അയാളുടെ പടം ചെയ്ത അയാളെ ഞങ്ങൾ പറ്റിച്ചു, അയാളുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് പറയുന്ന വ്യക്തി വീണ്ടും ഞങ്ങൾക്ക് അയാളുടെ സോഷ്യൽ മീഡിയ പേജിലെ കൂടി തന്നെ നമ്മളുടെ വരുന്ന പടങ്ങൾക്ക് മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നു, വീട്ടിൽ വരുന്നു, ക്ഷണിക്കുന്നു, അടുത്ത പടത്തിന് പൂജയ്ക്ക് ക്ഷണിക്കുന്നു, പടത്തിന്റെ ട്രെയിലർ കാണുന്നു, കണ്ടിട്ട് പറഞ്ഞ് അടുത്ത പടം ചെയ്യണമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ചതിച്ചു, കളവ് പറഞ്ഞു കൂടെ വന്നു.
ആ സ്റ്റേറ്റ്മെന്റ് ആദ്യം മാറ്റണം. എന്താണ് കളവ് പറഞ്ഞിട്ടുള്ളത് ആ സ്റ്റേറ്റ്മെന്റ് ആദ്യം മാറ്റണം.